ധ്യാനിക്കാൻ പോകുന്നത് ആമേൻ എന്ന പദപ്രയോഗത്തെക്കുറിച്ചാണ്. പ്രാർത്ഥനകളുടെ അവസാനത്തിൽ ചേർക്കുന്ന ഒരു ശൈലിയാണ് ആമേൻ എന്നത്. യഥാർത്ഥമായി അഥവാ സത്യമായി എന്നാണ് ആ ഹീബ്രു ശൈലിയുടെ അർത്ഥം. അപ്രകാരം തന്നെയായിരിക്കട്ടെ എന്നും ആ ശൈലി വിവർത്തനം ചെയ്യാറുണ്ട്. പ്രാർത്ഥന ചെല്ലുന്ന ആളുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും വ്യക്തിഗതമായ സമ്മതത്തിൻ്റെയും ഏകീകരണം അത് ഏറ്റുപറയുന്നു. ഈ പ്രാർത്ഥനയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് പ്രയോഗിച്ചു വരുന്നു. കത്തോലിക്ക തിരുസഭയിലെ മിക്കവാറും പ്രാർത്ഥനകളെല്ലാം തന്നെ ആമേൻ എന്ന വാക്കോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഔദ്യോഗികമായി ഒരു കത്തോ ഡോക്യുമെൻ്റോ തയ്യാറാക്കുമ്പോൾ അടിയിൽ ഒപ്പുവെക്കുന്നത് പോലെയാണ് ആമേൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പില്ലെങ്കിൽ അത് ഒരു ഔദ്യോഗികമാകുന്നില്ല. ഈ ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ആമേൻ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച പല പ്രാർത്ഥനകളിലും ആമേൻ ഉണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും പലരും അത് വിട്ടുകളയാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ സാത്താൻ കയറിക്കൂടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ആമേൻ എന്ന ഓരോ പ്രാർത്ഥനയും നാം പ്രഖ്യാപിക്കണം. എന്തെന്നാൽ ദൈവം നമ്മെ വിശ്വാസത്തിൻ്റെ സാക്ഷികളാകാൻ നിയോഗിച്ചിരിക്കുന്നു. ആമേൻ എന്ന് പറയുന്ന ഏതു വ്യക്തിയിലും സൃഷ്ടിയിലും വീണ്ടെടുപ്പിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം സ്വതന്ത്രമായും സന്തോഷപൂർവ്വവും അംഗീകരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു: ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. വിശുദ്ധ ക്ലെമന്റ് ഒന്നാമനാണ് സഭാ പ്രാർത്ഥനകളിൽ ആമേൻ എന്ന പ്രാർത്ഥനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരണത്തിന് തൊട്ടുമുമ്പ് അവസാനമായി ഉരുവിട്ടത് ആമേൻ എന്നാണെന്ന് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തുന്നു.